വീഡിയോയിൽ ഗ്ലോബൽ ഈവൻസ് തന്നെയാണ് നോക്കുന്നത്. അതിൽ ആദ്യമേ തന്നെ പറയാനുള്ളത്, ട്രംപിനെ വിശ്വസിച്ച് ഒരു കണ്ടന്റും നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഒരു കണ്ടന്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് ട്രംപ് പെട്ടെന്ന് അഭിപ്രായം മാറ്റുന്നത്. ആ രീതിയിലാണ് ട്രംപിൻ്റെ പോക്ക്. അത് രാവിലെ തന്നെ ഒരു 3 അഭിപ്രായം, പിന്നെ വൈകുന്നേരം ഉച്ചയാകുമ്പോൾ പിന്നെ വീണ്ടും ഒരു അഭിപ്രായം, വൈകുന്നേരം ആകുമ്പോൾ കംപ്ലീറ്റ്ലി ടോട്ടലി വ്യത്യസ്തമായ ഒരു അഭിപ്രായം. ഇന്നലെ വരെ കട്ടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇസ്രായേൽ നേരിട്ട് പോയി സംസാരിച്ചിട്ടും പറഞ്ഞതാണ് 17% താരിഫിൽ ഒരു വിട്ടുവീഴ്ചയില്ല, ഇതിങ്ങനെ തന്നെ തുടരണം. ഭയങ്കര കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് സംസാരിച്ചതാണ്. എന്നിട്ടാണ് ഒറ്റ ദിവസം ഇരുട്ടി വെളുത്തപ്പോഴത്തേക്കും എന്താ പറഞ്ഞിരിക്കുന്നതാണ്, താരിഫ് മൊത്തം പിൻവലിച്ച് ഒരു രക്ഷയില്ലാത്ത തീരുമാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കണ്ടന്റ് എടുത്താലും വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ്. സൂപ്പർ ഫാസ്റ്റ് പോലുമില്ല, ഹൈപ്പർസോണിക് മിസൈൽ ലെവലിലാണ് ട്രംപിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റുകളും മാറ്റി മറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവേ ചൈനയ്ക്ക് നല്ലൊരു പണി കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്. ചൈന ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉൽപാദന ശേഷി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് ചൈനയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ക്രാഷ് ഉണ്ടായിരുന്നു. അതായത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ചൈന ബിൽഡിങ്ങുകൾ പണിത് അപ്പാർട്ട്മെന്റുകളായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അത് അവസാനം കാലിയടിച്ച് കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. പ്രത്യേകിച്ചും കോവിഡിന് ശേഷം തകർന്നടിഞ്ഞതാണ് ഈ ഒരു ചൈനയുടെ റിയൽ എസ്റ്റേറ്റ് മേഖല. അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് ചൈനയ്ക്ക് കിട്ടിയത് കുറച്ച് വൈകിട്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്, ചൈന എന്ത് ചെയ്തു, മാനുഫാക്ചറിങ് മേഖലയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ ഒരു സാധാരണക്കാരന്റെ വീട് പോലും ഒരു ഫാക്ടറി ആയിട്ട് മാറ്റുന്ന രീതിയിലാണ് ചൈന അവരുടെ പ്ലാനുകൾ മൊത്തം മാറ്റിക്കുറിച്ചത്. ടോയ്സ് അസംബിൾ ചെയ്യുന്ന ടോയ്സിന്റെ സ്പെയർ പാർട്സുകൾ വരെ ഇവർ വീട്ടിൽ സപ്ലൈ ചെയ്യും. അതായത് മറ്റേ ബാറ്ററി യൂണിറ്റ് എല്ലാം ഇപ്പം ഈ പിന്നും ക്ലിപ്പും ആ പരിപാടികളാണല്ലോ. ഒരു PCB ബോർഡ് റെഡിയാക്കുക, അത് ബാറ്ററി കണക്ഷൻ റെഡിയാക്കുക, കളിപ്പാട്ടങ്ങൾ വളരെ ഈസി ആയിട്ട് വീട്ടിലിരുന്ന് തന്നെ അസംബിൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ചൈനയുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി പടർന്ന് പന്തലിച്ചത്. അവര് കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ ഒരു ഫോക്കസ് ചെയ്ത് തന്നെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ്. ഇപ്പൊ നമ്മൾ അമേരിക്കയിൽ നിന്നുള്ള ഈ ഒരു താരിഫിനെ നമ്മൾ ഇത്രമാത്രം ഒരു വിമർശനാത്മകമായി നോക്കിക്കാണുന്ന ആ ഒരു സമയത്ത് തന്നെ യൂറോപ്യൻസ് ഏതാണ്ട് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഇലക്ട്രോണിക് വെഹിക്കിൾസിന് 50% താരിഫ് ഓൾറെഡി ഈടാക്കുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവര് അമേരിക്കയ്ക്ക് മുൻപേ ഉള്ള ഒരു അമേരിക്കയാണ് വെസ്റ്റേൺ കൺട്രീസ്. അതാണ് ചൈനയെ കുറിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ ഇന്നലെ ട്രംപിനെ ഈ ഒരു താരിഫിൽ നിന്നും പിന്തിരിപ്പിച്ച 2 വിഷയങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞാൽ, ഒന്ന് ചൈനയുടെ ഈ ഒരു വിടാപ്പിടിയായിട്ടുള്ള ഈ ഒരു നയം. ചൈന താരിഫ് ഇമ്പോസ് ചെയ്യുന്നു 84%, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു നയം. അതിലുപരിയായിട്ട് ചൈന എടുത്തൊരു തീരുമാനം, ചൈനീസ് ബാങ്കുകൾ ഒന്നും തന്നെ അമേരിക്ക ഉൾപ്പെടെ ലോകത്ത് പല രാജ്യങ്ങളിലുമുള്ള പ്രവർത്തിക്കുന്ന ചൈനീസ് ബാങ്കുകളുടെ ബ്രാഞ്ചിലെല്ലാം തന്നെ ചൈന പറഞ്ഞു കഴിഞ്ഞു ഡോളർ പർച്ചേസ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഇത് ഡോളറിന് പറ്റുന്ന ഒരു വീഴ്ചയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, യൂറോപ്യൻ യൂണിയൻ ചൈനയുമായിട്ട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യം തേടുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിന് അമേരിക്കൻ സൈഡിൽ നിന്ന് തന്നെ ഇതിനെ എതിർത്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന പോലെയാണ് ചൈനയുമായിട്ട് ചങ്ങാത്തം കൂടുന്നത് എന്നുള്ള നിലയിലൊക്കെയുള്ള ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയന് ചൈനയുമായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഒരുപാട് കുതന്ത്ര പരിപാടികൾ അവർ ചൈനയ്ക്കെതിരെ പണ്ട് തൊട്ടേ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം അതിൽ പ്രധാനമായിട്ട് യൂറോപ്യൻ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന വോക്സ് വാഗൻ എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയുടെ ആ ഒരു വാഹനം നിർമ്മിക്കുന്ന ആ നിർമ്മാണ കമ്പനിയുടെ ഫാക്ടറിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ ഏറ്റവും വലിയൊരു കമ്പനിയായിരുന്നു വോക്സ് വാഗൻ്റെത്. ആ കമ്പനിയുടെ 2 ഇരട്ടി വലുപ്പത്തിലാണ് ഇപ്പൊ BYDയുടെ കമ്പനി ചൈന നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വോക്സ് വാഗനേക്കാളും വലിയ മാനുഫാക്ചറിങ് യൂണിറ്റ് BYD നിർമ്മിച്ചു, ചൈന നിർമ്മിച്ചു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ചൈനയുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി, അതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. ചൈനയുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല. കാറുകൾ ചവറ് പോലെ അങ്ങ് ഉൽപ്പാദിച്ച് അങ്ങ് വെളിയിൽ ഇറക്കുകയാണ്. അതാണ് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്ലോബലി ഇലക്ട്രോണിക് കാർ വളരെ ചീപ്പായിട്ട് ചൈന എത്തിക്കും. ഇനി വരും ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഉൾപ്പെടെ ചൈന കവർ ചെയ്യും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. കാര്യം ചൈന ആ രീതിയിലാണ് മാർക്കറ്റ് കവർ ചെയ്യുന്നത്. പല രാജ്യങ്ങളിലും, ആഫ്രിക്കൻ റീജിയൻ ആയിക്കോട്ടെ, യൂറോപ്യൻ മേഖല ആയിക്കോട്ടെ, പല മേഖലകളിലും ലോകത്ത് തന്നെ ചൈനയുടെ ഇലക്ട്രോണിക് കാറുടെ ഇടപെടൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. BYD 2% സെയിൽ നടത്തിക്കൊണ്ടിരുന്ന പല രാജ്യങ്ങളിലും ഇപ്പൊ 5% ഉയർന്നിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇതിന്റെ മാറി വരുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ അമേരിക്കയെ ഭീതിപ്പെടുത്തുന്നുണ്ട് ചൈനയുടെ ഈ ഒരു വളർച്ച. BYD നല്ല രീതിയിൽ പെർഫോം ചെയ്താലും ഇതെല്ലാം സംഭവിച്ചാലും ചൈന അമേരിക്കയെ കടത്തി വെട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കടത്തി വെട്ടത്തില്ല. അതാണ് നമ്മൾ ആദ്യം ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. ചൈനയ്ക്ക് അമേരിക്കയെ മറികടക്കാൻ പറ്റാത്തതിന് ഒരുപാട് വേറെ ഫാക്ട് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേറെ വീഡിയോ തന്നെ ഇടാം. കാരണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട്, ചൈനയും അമേരിക്കയും തമ്മിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ വരെ ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനകത്ത്.
ഫോർ എക്സാമ്പിൾ, അമേരിക്കയിലെ ഭരണാധികാരി എത്രമാത്രം അയാൾ ഒരു അതോറിറ്റേറിയനിസം അല്ലെങ്കിൽ അയാൾ ഒരു ഏകാധിപതിയാണ്, അയാൾ ഒരു സ്വേച്ഛാധിപതിയാണ് എന്നുള്ള നിലയിലൊക്കെ അയാൾ മറ്റുള്ളവരെ പറഞ്ഞ് പറ്റിക്കാം. അമേരിക്കൻ പ്രസിഡന്റിന് ഒരു പരിധിക്കപ്പുറം ഒരു ഡിക്റ്റേറ്റർഷിപ്പോ ഒരു അതോറിറ്റേറിയൻഷിപ്പോ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഡെമോക്രസിയാണ്. ചൈനയിലെ ഷീ ജിൻപിങ് എന്നാണ് പദവിയിൽ നിന്ന് താഴോട്ടിറങ്ങുന്നത് നമുക്കറിയാൻ പറ്റില്ല, അല്ലേ? പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിന് ഒരു കാലപരിധി ഉണ്ട്. അയാൾ എത്ര കാലം നീണ്ടു നിൽക്കും, അയാൾ എപ്പോൾ കസേരയിൽ നിന്ന് ഇറങ്ങുന്നുള്ളത് നമുക്ക് ഇപ്പൊ തന്നെ അറിയാം. ഈ ഒരു ഒറ്റ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതൊരു ഒറ്റ വ്യത്യാസം വളരെ ചെറിയ വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇതൊരു വലിയ വ്യത്യാസമാണ്. ഈ ഒരു വ്യത്യാസം അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇടയിലുണ്ട്. ഇതുപോലെ ഒരുപാട് മേഖലകളിൽ ഈ വ്യത്യാസം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അമേരിക്കയെ മറികടന്നുകൊണ്ട് ചൈനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ രണ്ട് വ്യക്തികളുടെ പേര് ഞാൻ പറയാം, അവരുടെ ഫോട്ടോസും ഞാൻ ഇവിടെ കാണിക്കാം. ഇവർ രണ്ടുപേരും ഇപ്പം ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ഉള്ള വ്യക്തികളാണ്. ഇവർ ഈ ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന രണ്ട് ആൾക്കാരുടെ പേരാണ് ഇപ്പൊ ലൈം ലൈറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരാളുടെ പേര് ഹോവാർഡ് ലെറ്റിനറ്റ്. ഈ ഹോവാർഡ് ലെറ്റിനറ്റ് എന്ന് പറയുന്നത് അമേരിക്കയിലെ കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റ്, എക്കണോമിക് ആൻഡ് കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ടുള്ള വ്യക്തിയാണ് ഈ ഹോവാർഡ് ലെറ്റിനറ്റ് എന്ന് പറഞ്ഞ വ്യക്തി. ഈ വ്യക്തിയെ നമ്മൾ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പീയൂഷ് ഗോയൽ, നമ്മുടെ കമേഴ്ഷ്യൽ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ പോയിട്ട് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ടാരിഫിനെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ടാണ്. ഓക്കെ, ഇയാളുടെ ഫോട്ടോയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അടുത്തൊരു വ്യക്തിയാണ് സ്കോട്ട് ബെസന്ത്. ഈ സ്കോട്ട് ബെസന്ത് എന്ന് പറയുന്നത് അമേരിക്കയുടെ ട്രഷറിയുടെ ഇപ്പോഴത്തെ ഹെഡാണ്. ഈ രണ്ട് വ്യക്തികളുടെ പേര് നിങ്ങൾ ഓർത്തു വെച്ചോ. കാരണം ഇപ്പൊ അമേരിക്കയുടെ ഉള്ളിൽ ഇനിയിപ്പോ നടക്കാൻ പോകുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡെമോക്രാറ്റ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ കോമൺലി തന്നെ കുറച്ച് കോമൺ സെൻസ് ഉള്ള ആൾക്കാരെല്ലാം തന്നെയും ട്രംപിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു താരിഫ് പ്രഖ്യാപിച്ചു, ഒരു ട്രേഡ് വാർ പ്രഖ്യാപിച്ചു, പലതവണ ആവർത്തിച്ച് മീഡിയാക്കളോട് പറഞ്ഞു, അതായത് ഇതിൽ നിന്നും ഒരു രീതിയിലും പിന്മാറുന്ന ലക്ഷണമില്ല, അമേരിക്കയെ ഗ്രേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന വളരെ ശക്തമായ ഒരു നടപടിയാണിത്. അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ തുടരും, എന്റെ കാല് പിടിക്കുന്നു ആൾക്കാർ, ഇതേപോലെ പല രീതിയിലുള്ള മോശപ്പെട്ട ഡയലോഗുകളൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളെ തരം താഴ്ത്തിക്കൊണ്ട് വരെ അപമാനിച്ചുകൊണ്ട് വരെ ഈ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്ന വ്യക്തിയാണ്. ഒരു സുപ്രഭാതത്തിൽ നേരം ഇരട്ടി വെളുത്തപ്പോഴത്തേക്കും ഈ ഒരു താരിഫ് പിൻവലിച്ചത്. താരിഫ് പിൻവലിക്കാനുള്ളതിന്റെ പുറയിലുള്ള വിഷയം എന്താണ്? ഇത് ആർക്കാണ് ഇത് ഗുണം ചെയ്തത്? തീർച്ചയായിട്ടും ഇൻഡയറക്ട്ലി പല ആൾക്കാർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പല ബിസിനസ്മാൻമാർക്കും, മാർക്ക് സക്കർബർഗ് ഉൾപ്പെടെ, ഇലോൺ മസ്ക് ഉൾപ്പെടെ, ജെഫ് ബെസോസ് ഉൾപ്പെടെ ഇവരെല്ലാവരും തന്നെ ട്രംപിന്റെ ജാനുവരി ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ഫണ്ട് വരെ കൊടുത്ത ആൾക്കാരാണ്. ഇത്രത്തോളം ട്രംപിന്റെ ഒപ്പം ചേർന്ന് നിന്ന ആൾക്കാർക്ക് വരെയാണ് ഏറ്റവും കൂടുതൽ മിനിമം 200 ബില്യൺ വരെയൊക്കെ ഓരോരുത്തർക്ക് പൊട്ടിയിട്ടുണ്ടെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. പല ബിസിനസ്മാൻ വരെ കാര്യങ്ങൾ പുറത്ത് പറയുന്നില്ല, അവരങ്ങനെ സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അവർക്ക് ഈ സ്റ്റോക്കിൽ, കാരണം ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്, ബിനാമിയെ വെച്ച് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്, പലതരത്തിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ തന്നെ ഈ ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എത്രയാണ് ഏതാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിലും ഓപ്പൺ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് വരുന്നത് മിനിമം ഒരു 200 ബില്യൺ എങ്കിലും ഓരോരുത്തർക്ക് ഈ ഒരു ടോപ്പ് ലെവലിലുള്ള ബിസിനസ്മാൻമാർക്ക് പൊട്ടിയിട്ടുണ്ടെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഈ പിന്നാമ്പറ കഥകൾ, ഈ ഒരു ട്രഷറിയുടെ ചീഫും അതേപോലെ തന്നെ ഈ ഒരു കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തിരിക്കുന്ന രണ്ട് വ്യക്തികളും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ താരിഫ് ഇമ്പോസ് ചെയ്യാൻ പോവാണ്, നാളെ തൊട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയും. അതുപോലെ തന്നെ ഇന്റേണൽ ഡിസ്കഷനിൽ ഇവർക്ക് നന്നായിട്ട് അറിയാം നാളെ താരിഫ് റിവോക്ക് ചെയ്യും, അപ്പോഴത്തേക്കും വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റ് ഉയർന്നു പോകും. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് ബെനിഫിറ്റ് ചെയ്യുന്നത്, ഈ ഒരു ഗ്യാപ്പ് ഗുണം ചെയ്യുന്നത് ആർക്കാണ്? ഈ ഒരു വിഷയം നന്നായിട്ട് ഇത് മുൻകൂട്ടി അറിഞ്ഞ ആൾക്കാരാണ് ഈ രണ്ടുപേരും, ട്രംപ് ഉൾപ്പെടെ ഈ രണ്ടുപേരും. അത് ഹോവാർഡ് ലെറ്റിനന്റ് അതേപോലെ തന്നെ സ്കോട്ട് ബെസന്ത്, ഈ രണ്ട് വ്യക്തികൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ രണ്ട് വ്യക്തികളും ചെറിയ ആൾക്കാരൊന്നുമല്ല, ചില്ലറ പുള്ളികളല്ല, മില്ലേനിയേഴ്സ് ആണ്. ഈ മില്ലേനിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ട് എന്നാണ് പൊതുവിൽ വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരുടെയും സ്റ്റോക്ക് പരിശോധിക്കണം. ഇവർ ബിനാമിയെ വെച്ചായാലും ഇവർ ഡയറക്റ്റ് ആയാലും അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നാസ്ഡാക്ക് ഉൾപ്പെടെയുള്ള ഇൻഡെക്സുകളിൽ ഇവര് എത്ര മാത്രമാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇവർ ചെയ്തിരിക്കുന്നത്. അതായത് ട്രംപ് താരിഫ് പ്രഖ്യാപിക്കുന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടിവ് രേഖപ്പെടുത്തുന്നു, അപ്പൊ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സ്റ്റോക്കുകൾ മേടിച്ചു കൂട്ടുന്നു ചറപറാന്ന്. അങ്ങനെ ഇവർ മേടിച്ചു കൂട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഇവരുടെ ബിനാമികളായിട്ടുള്ള ആൾക്കാർ അഥവാ ഇവരുടെ കമ്പനിയിൽപ്പെട്ട ആൾക്കാർ ഇവരുടെ കമ്പനി ഈ സ്റ്റോക്ക് മേടിച്ചിട്ടുണ്ടോ എന്നുള്ളതിന്റെ ട്രാൻസ്പെറൻസി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇവരങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അന്വേഷണം നേരിടേണ്ടി വരും ട്രംപ്. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്. ഈ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് ഇതിൽ കുറ്റക്കാരനാവും. കാരണം ഈ രണ്ട് ഉദ്യോഗസ്ഥരും ട്രംപിനെ ഇൻഫ്ലുവൻസ് ചെയ്ത്, അതായത് ഈ രണ്ട് ഉദ്യോഗസ്ഥരും സ്റ്റോക്കിന്മേലുള്ള താല്പര്യം കൊണ്ട് മനഃപൂർവ്വം ട്രംപിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിട്ട് വരും. പുള്ളി ഇതിനകത്ത് ചില വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കപ്പെടും. അമേരിക്ക പോലത്തെ ഒരു ഡെമോക്രാറ്റിക് നേഷനിൽ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കും. അതിൽ ഒരു ക്രിസ്റ്റൽ ക്ലിയർ
ഒരു ക്ലാരിറ്റി, ഈ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരേണ്ടതുണ്ട്. അത് ക്ലാരിറ്റി കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി തന്നെ ട്രംപുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് ഇപ്പൊ തന്നെ ബിൽഡപ്പ് ആയി വരുന്നുണ്ട്. കാരണം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൂടുന്ന ഓരോ പരിപാടികളിലും പിന്നീട് പോയി പിൻവലിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്താണ് ഇയാൾ പറയുന്ന വാഗ്ദാനം? എന്താണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ? ചൈനയെ മാത്രമാണ് എയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചൈനയ്ക്ക് മാത്രമായിട്ട് താരിഫ് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് അമേരിക്കയെ ചോദ്യം ചെയ്യാൻ പോകുന്നത്? എന്ത് തരത്തിലുള്ള പ്രശ്നമാണ് ഇവിടെ വരാൻ പോകുന്നത്? ചൈനയ്ക്കും അമേരിക്കയ്ക്കും ട്രേഡ് വാർ ഉണ്ടെന്നുള്ളത് പണ്ട് തൊട്ടേ അറിയത്തില്ലേ? ഇതിനു മുമ്പ് ട്രംപ് ഇരുന്ന സമയത്തും ചൈനയുമായിട്ട് എങ്ങനെയായിരുന്നു ബന്ധം? അപ്പൊ അതുകൊണ്ട് അതൊന്നും ആരും ചോദ്യം ചെയ്യാൻ പോകത്തില്ല. ഇത് വളരെ ബ്ലൈൻഡ് ആയിട്ട് ഒരു മുൻധാരണകളും ഇല്ലാണ്ട് പോയി താരിഫ് ഇട്ട് കൊടുത്തിട്ട് ഈ താരിഫ് അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 2 വ്യക്തികളുടെ പേര് മാത്രമേ പുറത്തു വരുന്നുള്ളൂ. അതേ വൺ മിസ്റ്റർ ഹാവാർഡ് ലെഫ്റ്റനന്റ്, രണ്ടാമത് മിസ്റ്റർ സ്കോട്ട് ബെസന്ത്. ഈ 2 ആൾക്കാരുടെ പേരാണ് ഇപ്പൊ ലൈം ലൈറ്റിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേഷന് വിധേയമാകേണ്ടി വരും. അങ്ങനെ അഥവാ ഇവര് ഏതെങ്കിലും രീതിയിൽ സ്റ്റോക്ക് വാങ്ങിക്കുകയോ വിൽക്കുകയോ ഈ ഇടപെട്ട കാലത്ത് ഈ ഒരു താരിഫിന്റെ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി ഇവര് ബൈ നാച്ചുറലി ഇവര് അവരുടെ കമ്പനികൾ പ്രവർത്തിക്കുന്ന പോലെ സ്വമേധയാ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു കുറ്റകൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു രാജ്യത്ത് എക്കണോമിക്കലി ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി സംഭവിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും. അത് പോസിറ്റീവ് ആവാം, ചിലപ്പോൾ നെഗറ്റീവ് ആവാം. അതേസമയം പർപ്പസ്ഫുള്ളി ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റകൃത്യമാണ്. ട്രംപിന്റെ അടുത്ത് പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, സാർ നിങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ഇനി ഒരിക്കലും പിന്മാറുന്ന പ്രശ്നമില്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെ താരിഫുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ, ഇപ്പൊ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് നമുക്ക് ഫ്ലെക്സിബിലിറ്റി വേണമല്ലോ എന്നാണ് ട്രംപ് പറഞ്ഞത്. എല്ലാ കാര്യത്തിലും ഒരു ഫ്ലെക്സിബിലിറ്റി വേണം, അതാണ് ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിന് അറിയാം ഇത് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉടനെ തന്നെ ഒരു വലിയ കാലഘട്ടത്തേക്ക് ഇത് നീട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും പ്രശ്നമാവും, വീണ്ടും ഇതിന് ഉത്തരം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു മിനിമൽ ഡ്യൂറേഷൻ ആയിട്ടുള്ള 90 ദിവസത്തേക്ക് നീക്കി വെക്കാം എന്നാണ് പ്ലാൻ ചെയ്ത് നീക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ 90 ദിവസം കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ചൈനയ്ക്ക് മാത്രം എന്താണ് നിങ്ങൾ താരിഫ് നീക്കാത്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ട്രംപ് പറഞ്ഞ ഉത്തരം, ഷീ ജിൻപിങ് ഹീസ് എ സ്മാർട്ട് ഗൈ. ഞാൻ ഏപ്രിൽ ലാസ്റ്റ് വീക്കിൽ പോകുന്നുണ്ട് ചൈനയിൽ, ഞാൻ ഷീ ജിൻപിങ്ങിനെ കണ്ട് സംസാരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതാണ് ട്രംപിന്റെ സൈഡിൽ നിന്ന് വരുന്ന മലക്കമറിച്ചലുകൾ. എന്ത് തന്നെ ഫ്രണ്ട്സ് ആയിരുന്നാലും ഫ്രണ്ട്സ് അല്ലെങ്കിലും അമേരിക്കയുടെ ഡിപ്ലോമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നോക്കി കണ്ടു കഴിഞ്ഞാൽ അത് ഒട്ടും തന്നെ ദഹിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. കാരണം ഒരുപാട് അടിച്ചേൽപ്പിക്കലുകൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപ് താരിഫൊക്കെ ഇമ്പോസ് ചെയ്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ ഇടിഞ്ഞു കൂപ്പൂത്തി വീണപ്പോഴത്തേക്കും ഇങ്ങനെ വീട്ടിലേക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ച് സംഭവം റഷ്യക്ക് നമ്മൾ സാങ്ഷൻ ഒക്കെ ഏർപ്പാടാക്കി. എന്നിട്ട് റഷ്യ ഡോളർ ഇല്ലാതെ തന്നെ ഇപ്പോൾ ഒരു 4ാമത്തെ വർഷം സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം റഷ്യ പൂർണ്ണമായിട്ടും ഡോളറെ ഒഴിവാക്കിക്കൊണ്ട് സർവൈവ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ ആയിട്ട് ഇപ്പം മുന്നിൽ നിൽക്കുകയാണ്. അത് യൂറോപ്പിനായാലും ശരി, ചൈനയ്ക്കായാലും ശരി, ആർക്കായാലും ശരി, ഇതൊരു കോൺഫിഡൻസ് നൽകുന്ന ഒരു പരിപാടിയാണ്. ആർക്ക്? മറ്റുള്ളവർക്ക്. ആഫ്രിക്കൻ കൺട്രീസ് ആയിക്കോട്ടെ, ഇവർക്കെല്ലാം വൻ കോൺഫിഡൻസ് ആണ് റഷ്യ നൽകുന്നത്. കാരണം റഷ്യ ഡോളറിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് സ്വിഫ്റ്റിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവായി 4 വർഷം ഇപ്പൊ പിടിച്ചു നിൽക്കുകയാണ്. ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, ഇതൊരു വലിയ അവസരമാണ് മറ്റുള്ളവർക്ക് സൃഷ്ടിക്കുന്നത്. എന്തിനു നമ്മളിങ്ങനെ ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം എന്ന് മറ്റുള്ളവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു മുഹൂർത്തമായിട്ടാണ് ഈ ഒരു റഷ്യക്ക് കൊടുത്ത സാങ്ഷൻസിനെ മറ്റുള്ളവർ നോക്കിക്കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ചൈന ഇപ്പം ഈ രീതിയിലാണ് പെരുമാറുന്നുണ്ടെങ്കിൽ ചൈന ഡോളർ മേടിക്കണ്ടെന്ന് പറഞ്ഞ് ബാങ്കുകൾക്ക് ഉത്തരവ് കൊടുത്തു. അപ്പൊ ഇത് തന്നെ ഡോളറിനെ ഡീ ഡോളറൈസേഷൻ എന്നുള്ള പദ്ധതി ബ്രിക്സോ വേറെ മറ്റുള്ള ഒരു സംഘടനകളും ഇല്ലാണ്ട് ഒരു രാജ്യം സ്വമേധയാ അങ്ങ് എടുക്കുകയാണ്. അതാണ് ചൈന. ആ എടുത്ത തീരുമാനം അത്ര നിസ്സാര തീരുമാനമല്ല. അത് ട്രംപിനെ നല്ല രീതിയിൽ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ആ ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ്. അതായത് മറ്റൊരു രാജ്യം കൂടി ഡോളറിൽ നിന്നും പുറത്തു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും മോസ്റ്റ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യം ചൈനയെ പോലത്തെ ഒരു രാജ്യം ഡോളറിനെ എടുത്ത് തൂത്തുപറക്കി കളയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രംപിനെന്നല്ല അമേരിക്കയ്ക്ക് തന്നെ അത് ഒട്ടും തന്നെ ചിന്തിക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. അതാണ് ഇപ്പൊ ഇതിന്റെ പിന്നാമ്പുറത്ത് നടന്ന വിഷയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന്റെ ഇടയ്ക്ക് മീൻ പിടിക്കുന്ന കണക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കിടന്ന് കുറെ ആൾക്കാർ ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലിനിയിപ്പം അമേരിക്കയിലെ സെനറ്റിലും കോൺഗ്രസിലൊക്കെ പെട്ട ആൾക്കാരുണ്ടോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അന്വേഷിക്കേണ്ടത്. അത് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുടുങ്ങും. അമേരിക്കയിൽ ഒരു സെറ്റപ്പ് അറിയാലോ, 2 വർഷം കഴിയുമ്പോഴത്തേക്കും സെനറ്റിലും കോൺഗ്രസിലും തന്നെ ഭൂരിപക്ഷം വേണം. അങ്ങനെ ഭൂരിപക്ഷം ഇല്ലാന്നുണ്ടെങ്കിൽ ട്രംപ് വീണ്ടും ഒരു കളിപ്പാവയായിട്ട് മാറിയിരിക്കേണ്ട അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ പെർഫോം ചെയ്താൽ മാത്രമേ 2 വർഷം കഴിയുമ്പോഴത്തേക്കും സെനറ്റിലും കോൺഗ്രസിലും തന്നെ മെജോറിറ്റി കിട്ടുള്ളൂ. അങ്ങനെ മെജോറിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കളിപ്പാവയായിട്ട് തുടരേണ്ടി വരും. പിന്നെ ഇംപീച്ച്മെന്റ് വരെ പോകാൻ വലിയ സമയമൊന്നും എടുക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കിയും കണ്ടൊക്കെ നിന്നാൽ ട്രംപിന് കൊള്ളാം. ഇത് ഒരു വാർത്ത എന്നുള്ളതിലുപരിയായിട്ട് ഇത് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ്സിനെ കുറിച്ചുള്ള എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.